Welcome all. Welcome to Master Key Academy. ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റിന്റെ MCQ ഡിസ്കഷന്റെ ഹീമോസൈറ്റോമെട്രി ആ ടോപ്പിക്കാണ് ഇന്നിവിടെ നമ്മൾ അതിലെ MCQകളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹീമോസൈറ്റോമെട്രിയിൽ അല്ലെങ്കിൽ ഹീമോസൈറ്റോമീറ്ററിൽ വരുന്ന കൗണ്ടിങ് ചേമ്പർ, സെൽ കൗണ്ടിങ്, ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ്, അതേപോലെ അബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട്, റെറ്റിക്കുലോസൈറ്റ് കൗണ്ട്, ഈ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. So first question, the improved Newbar counting chamber is made up of plastic, glass, rubber, metal. നിങ്ങൾ ഇംപ്രൂവ് ന്യൂബാർ കൗണ്ടിങ് ചേമ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കി, എന്താണ് സാധനം എന്നെല്ലാം തിരിച്ചറിയാൻ പറ്റും. ഇല്ലെങ്കിലും നിങ്ങൾക്ക് സിമ്പിൾ ലോജിക് വെച്ച് ആലോചിക്കാം. കൗണ്ടിങ് ചേമ്പർ കൗണ്ടിങ്ങിന് യൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് പാസ് ചെയ്യേണ്ട സാധനമാണ്. ലൈറ്റ് പാസ് ചെയ്ത് റീഡ് ചെയ്യേണ്ട ഒരു സാധനമാകുമ്പോൾ അതെപ്പോഴും ഗ്ലാസ്സിലായിരിക്കും. കാരണം പ്ലാസ്റ്റിക്കിൽ ലൈറ്റ് പാസ് ചെയ്യില്ല ചോദിച്ചാൽ പാസ് ചെയ്യും. മെറ്റലിലും റബ്ബറിലും ലൈറ്റ് പാസിങ് കുറവായിരിക്കും. മെറ്റലിൽ ഉണ്ടായിരിക്കില്ല, റബ്ബറിൽ വളരെ കുറവായിരിക്കും. പ്ലാസ്റ്റിക്കിൽ ഉണ്ടായിരിക്കും, പക്ഷെ അതിൽ സ്ക്രാച്ച് വരുന്നതോറും അതിന്റെ ട്രാൻസ്പെറൻസി കുറയും. അങ്ങനെ സിമ്പിൾ ലോജിക് വെച്ച് മനസ്സിലാക്കാം. അതർവൈസ് ഈ പറയുന്ന ഇംപ്രൂവ് ന്യൂബാർ കൗണ്ടിങ് ചേമ്പർ കണ്ട ആൾക്കാർക്ക് അറിയാം ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഗ്ലാസ്. ചില കാര്യങ്ങൾ നമുക്ക് ലോജിക് അപ്ലൈ ചെയ്തിട്ട് ചിന്തിക്കാൻ പറ്റും, ചിലതിന് ലോജിക് ഒന്നുമില്ല. ആസ് സച്ച് തിയറി പഠിച്ചു തന്നെ വേണം. അതുകൊണ്ട് നിങ്ങൾക്ക് തിയറി ബാക്കപ്പും കാര്യങ്ങളും എല്ലാം വേണം. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. തിയറി തന്നെയാണ് അറിയേണ്ടത്, സബ്ജക്ട് നോളേജ് തന്നെയാണ് വേണ്ടത്. പ്ലസ് എക്സാം ഹാളിൽ പോകുമ്പോൾ കുറച്ച് ട്രിക്കുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ട്രിക്ക് യൂസ് ചെയ്യുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു പോകുമ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്ത് അത് ശരിയാവുണ്ടോ നോക്കി വേണം. അത് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് വേണം എക്സാം ഹാളിൽ പോയത് അപ്ലൈ ചെയ്യാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന മാർക്കിനേക്കാൾ നെഗറ്റീവ് മാർക്ക് കൺസീവ് ചെയ്ത് അത് നിങ്ങളുടെ ടോട്ടൽ മാർക്കിനെ കുറയ്ക്കും. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് പുറകിലോട്ട് പോകും. ആ ഒരു ഇഷ്യൂ വരാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, cover slip used with the Newbar counting chamber. Newbar chamber is specially designed to change the color of the cells, maintain a fixed chamber depth, increase magnification, prevent evaporation of stain. അതായത് കവർ സ്ലിപ്പ് എന്തിനാണ്, കൗണ്ടിങ് ചേമ്പറിന് മേലെ ഒരു കവർ സ്ലിപ്പ് ഇടുന്നത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൗണ്ടിങ് ചേമ്പർ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൗണ്ടിങ് ചേമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇങ്ങനെയാണ് കൗണ്ടിങ് ചേമ്പർ ഉണ്ടായിരിക്കുക. നമ്മൾ കവർ സ്ലിപ്പ് ഇടുന്നത് ഇതിന് മേലെ ഇങ്ങനെ ആയിരിക്കും ഇടുക. വരയ്ക്കുമ്പോൾ ചെറിയൊരു ഇത് വരും. കവർ സ്ലിപ്പ് ഇങ്ങനെയാണ് ഇതിന് മേലെ ഇടുക. അപ്പോൾ ഈ ഗ്യാപ്പിലാണ് നമ്മുടെ ഫ്ലൂയിഡ് നിറഞ്ഞു നിൽക്കുക. ഈ ഗ്യാപ്പിലെ ഫ്ലൂയിഡ് ആണ്. ഇവിടെ അടിയിൽ നിന്ന് ലൈറ്റ് വരും. ഇതിൽ വെച്ച് നമ്മൾ ഇവിടുന്ന് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. സോ ചേഞ്ച് ദ കളർ ഓഫ് ദ സെൽ. കളർ ചേഞ്ച് ചെയ്യാൻ ഒരിക്കലും കവർ സ്ലിപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റെയിൻ യൂസ് ചെയ്താൽ മതി. ഇൻക്രീസ് മാഗ്നിഫിക്കേഷൻ കൂട്ടാൻ നമ്മൾ ഒബ്ജക്റ്റീവ് ഐപീസിന്റെ ഇത് മാറ്റിയാൽ മതി. 5x 10x അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിൽ വരുമ്പോൾ 10x 45x അങ്ങനെയുള്ള ചേഞ്ച് വരുത്തിയാൽ മതി. പ്രിവെന്റ് ഇവാപറേഷൻ ഓഫ് സ്റ്റെയിൻ്റെ ഇവാപറേഷൻ പ്രിവെന്റ് ചെയ്യാൻ അത് ആവശ്യമില്ല. അല്ലെങ്കിൽ ഹ്യൂമിഡ് ചേമ്പറിലൊക്കെ വെച്ച് പ്ലേറ്റ്ലെറ്റ് കൗണ്ടിനൊക്കെയാണ് അത് ചെയ്യുന്നത്. സോ മെയിൻറ്റെയിൻ എ ഫിക്സ്ഡ് ചേമ്പർ ഡെപ്ത്. ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡെപ്ത്. കാരണം ഇങ്ങനൊരു കൗണ്ടിങ് ചേമ്പറിന്റെ ഇങ്ങനെയാണ് ഇത് വലുതാക്കി വരച്ചു കഴിഞ്ഞാൽ ഇതിന് മേലെ കൃത്യമായി അത് ഇരിക്കുക. അപ്പൊ ഈ ഡെപ്ത്, ഈ ഏരിയയിലാണ് ആ ഫ്ലൂയിഡ് നിറഞ്ഞേക്കുക. അതായത് ചാർജ് ചെയ്തിട്ടുള്ള ഫ്ലൂയിഡ് നിറഞ്ഞേക്കുക. സോ മെയിൻറ്റെയിൻ എ ഡെപ്ത്. ഇനി ഡെപ്ത് ഓഫ് കൗണ്ടിങ് ചേമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഡെപ്ത് ഓഫ് കൗണ്ടിങ് ചേമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ upper surface of counting chamber, upper surface of ruled area, counting chamber ruled area, and lower surface of the cover slip. കവർ സ്ലിപ്പിന്റെ ലോവർ സർഫസും, അതായത് ഈ ഗ്യാപ്പ്
ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് കൗണ്ടിങ് ചേംബർ എന്ന് പറയുന്നത്. ഇത് നോർമലി ന്യൂബാർ കൗണ്ടിങ് ചേംബറിന്റെ 0.1 മില്ലിമീറ്റർ ആയിരിക്കും. 1 മില്ലിമീറ്ററിന്റെ 10 0.1 മില്ലിമീറ്റർ. സോ മെയിൻറ്റെയിൻ എ ഫിക്സഡ് ചേംബർ ലെങ്ത് ആണ്, ചേംബർ ഡെപ്ത് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിഫോർ ചാർജിങ് ദ കൗണ്ടിങ് ചേംബർ the diluted blood sample should ചാർജിങ് എന്ന് പറഞ്ഞാൽ ഈ കൗണ്ടിങ് ചേംബറിലേക്ക് നമ്മൾ ഈ ഡയലൂട്ടഡ് ബ്ലഡ് സാമ്പിൾ ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് മിക്സ് ചെയ്തത് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ഡയലൂട്ടഡ് ബ്ലഡ് സാമ്പിൾ ഇൻ ടു ദ കൗണ്ടിങ് ചേംബർ ഈസ് കോൾഡ് ചാർജിങ്. അപ്പൊ ചാർജിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണെന്നുള്ളത് നിങ്ങൾ ഡെഫിനേഷൻ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിട്ടേ കാര്യമുള്ളൂ. സോ ഹീറ്റഡ്, മിക്സ്ഡ് thoroughly, ഫ്രോസൺ, ഫിൽറ്റേഡ്. ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് ഓൾറെഡി ഫിൽറ്റർ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ അതൊരിക്കലും ബ്ലഡ് ഡയലൂട്ട് ചെയ്തതിന് ശേഷമല്ല. ഫ്രോസൺ ചെയ്യണോ ഹീറ്റ് ചെയ്യോ ഒന്നും ആവശ്യമില്ല, റൂം ടെമ്പറേച്ചറാണ് ആവശ്യം. മിക്സ്ഡ് thoroughly, നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ആക്ച്വലി ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്ന RBC അല്ലെങ്കിൽ WBC ഡയലൂഷൻ പിപ്പറ്റിന്റെ സ്റ്റെമ്മിലുള്ള ഫ്ലൂയിഡ്, ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് മൊത്തം ഡിസ്കാർഡ് ചെയ്ത് ബൾബിനകത്ത് നന്നായി മിക്സ് ആയ ഡയലൂട്ടിംഗ് ഫ്ലൂയിഡും ബ്ലഡും മിക്സ് ആയി കഴിഞ്ഞാൽ അത് വേണം ചാർജ് ചെയ്യാൻ. എയർ ബബിൾ ഇൻ ദ ന്യൂബാർ കൗണ്ടിങ് ചേംബർ. ന്യൂബാർ കൗണ്ടിങ് ചേംബറിൽ എയർ ബബിൾ വന്ന് എന്ത് സംഭവിക്കും? ഇംപ്രൂവ് കൗണ്ടിങ് ആക്യുറസി, ഇൻക്രീസ് സെൽ സ്റ്റെയിനിങ്, കോസ് ഇനാക്യുറേറ്റ് സെൽ കൗണ്ടിങ്, ഇൻക്രീസ് ചേംബർ ഡെപ്ത്. വേറൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം, ഇത് നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പാടും. എയർ ബബിൾ ഇൻ ദ ന്യൂബാർ ചേംബർ വിൽ, എയർ ബബിൾ വരാൻ പാടില്ല. എയർ ബബിൾ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒരു നെഗറ്റീവ് സെൻസ് ആണ്. ക്വസ്റ്റ്യൻ നെഗറ്റീവ് സെൻസ് ആണ്. ക്വസ്റ്റ്യന്റെ സെൻസ് ശ്രദ്ധിക്കുക. നെഗറ്റീവ് സെൻസ് ആണോ പോസിറ്റീവ് സെൻസ് ആണോ? നിങ്ങൾക്ക് ആൻസർ ഓൾറെഡി അറിയണം, പ്ലസ് അത് തന്നെയാണ് ഒന്ന് വെരിഫൈ ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രൈ ചെയ്യുന്ന പോലെ ചെയ്യാം, പക്ഷെ മൈനസ് മാർക്ക് കൺസിഡർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ പോവരുത്. ഒരു നെഗറ്റീവ് സെൻസ് ക്വസ്റ്റിന്റെ ആൻസർ എപ്പോഴും നെഗറ്റീവ് സെൻസ് ആയിരിക്കും. പോസിറ്റീവ് സെൻസ് ക്വസ്റ്റിന്റെ ആൻസർ എപ്പോഴും ഒരു പോസിറ്റീവ് സെൻസ് ആയിരിക്കും. അതിന്റെ സെൻസ്, അതായത് ഇതൊരു നെഗറ്റീവ് സെൻസ് ആണ്. എയർ ബബിൾ ഇൻ ദ ഇംപ്രൂവ് ന്യൂബർ കൗണ്ടിങ് ചേംബർ. ഇംപ്രൂവ് പോസിറ്റീവ് സെൻസ് ആണ്, ഇതല്ല. ഇൻക്രീസ് സെൽ സ്റ്റെയിനിങ് അല്ല. ഇൻക്രീസ് ചേംബർ ഡെപ്ത് അല്ല. കോസ് ഉണ്ടാക്കുക എന്താ? കാരണം, ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോസിറ്റി, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആക്യുറേറ്റ് അല്ലാത്ത, കൃത്യത അല്ലാത്ത, അതൊക്കെ നെഗറ്റീവ് സെൻസ് ആണ്. ഇതെല്ലാം പോസിറ്റീവ് സെൻസ് ആണ്. ഇതിന്റെ എല്ലാം മീനിങ് ഇത് മാത്രമാണ് നെഗറ്റീവ് സെൻസ്. എപ്പോഴും ആൻസർ അതിന്ന് വിട്ടു നിൽക്കും. ബാക്കി മൂന്നെണ്ണം മറ്റേത് എപ്പോഴും സ്റ്റാൻഡ് എലോൺ, ഒറ്റയ്ക്ക് നിൽക്കുന്നതായിരിക്കും. മറ്റൊന്ന് ഇതില് നാലെണ്ണത്തില് ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിരിക്കും. സോ നെഗറ്റീവ് സെൻസ് ക്വസ്റ്റ്യൻ. ഇതിന്റെ നെഗറ്റീവ് സെൻസ് നമുക്ക് മനസ്സിലാവാൻ കുറച്ച് ഇതാണ്. ചിലത് ഡയറക്റ്റ് നോട്ട് എന്നൊക്കെ പറഞ്ഞ കറക്റ്റ് ടെർമിനോളജി തന്നെ തന്നിട്ടുണ്ടാവും. ഇത് നെഗറ്റീവ് സെൻസ് ആണ്. സോ ആൻസറും നെഗറ്റീവ് സെൻസ് തന്നെ ആയിരിക്കും. ഒരിക്കലും പോസിറ്റീവ് സെൻസ് ആയിട്ടുള്ള ഇത് വരില്ല. ഇവിടെ ഇപ്പൊ ഇൻക്രീസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഇവിടെ അപ്പൊ ഇത് പോസിറ്റീവ് സെൻസ് ആണ്. ഇത് ആക്ച്വലി ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് കൊണ്ട് ഗുണമാണോ ദോഷമാണോ, പോസിറ്റീവ് സെൻസ് ആണോ നെഗറ്റീവ് സെൻസ് ആണോ എന്നുള്ളത് നമുക്ക് അറിയില്ലെങ്കിൽ പോലും ക്ലിയർ നെഗറ്റീവ് സെൻസ് ആയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത് ചിലപ്പോൾ ഇതിലെ രണ്ടെണ്ണമാണ് കൺഫ്യൂഷൻ എങ്കിൽ അതിന്റെ സെൻസ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇതൊരിക്കലും എക്സാം ഹാളിൽ പോയിട്ട് ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യരുത്. നിങ്ങൾ ബുക്സ് നോക്കി പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച ഓപ്ഷൻസ് കണ്ട് നിങ്ങളൊരു ആൻസറിൽ എത്തുമ്പോൾ ഇങ്ങനെ ആൻസറിൽ എത്തി നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ശരിയാണോ എന്ന് ആൻസർ കീയിൽ നോക്കി അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അതും ഓരോ ക്വസ്റ്റ്യനും വരുമ്പോൾ അതിന്റെ അത് വെച്ചിട്ട് അവിടെ അപ്ലൈ ചെയ്യുന്ന സെൻസിനനുസരിച്ച് വരും. എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. 100% നിങ്ങൾ ആ ഒരു ഇതിൽ, അത് നിങ്ങളുടെ സ്കില്ലാണ്. ആ സ്കിൽ അക്യൂർ ചെയ്ത് വരണം. കോസ് ഇനാക്യുറേറ്റ് സെൽ കൗണ്ടിങ് ആണ് ഇതിന്റെ ആൻസർ. Which instrument
ഈസ് കോമൺലി യൂസ്ഡ് ടു പ്രിപ്പയർ ദ ബ്ലഡ് ഡയലൂഷൻ ഫോർ മാനുവൽ സെൽ കൗണ്ടിങ്. ഇൻസ്ട്രുമെന്റ് എന്നാണ്, എക്യുപ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്ലാസ് വെയർ ആണ്. ESR ട്യൂബ്, ESR ടെസ്റ്റിന് യൂസ് ചെയ്യുന്നതാണ്. RBC WBC പിപ്പറ്റ്സ്, വിൻഡ്രോസ് പിപ്പറ്റ് PCV ചെയ്യുന്നതിനാണ്. കാപ്പിലറി ട്യൂബ് ക്ലോട്ടിംഗ് ടൈം അല്ലെങ്കിൽ മൈക്രോ ഹെമറ്റോക്രിറ്റിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. സോ RBC WBC പിപ്പറ്റ്സ് ആണ് ഡയലൂഷൻ പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ 4 ഓപ്ഷനിൽ ESR ട്യൂബ് എന്തായാലും വേറൊരു ആവശ്യത്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിഞ്ഞാൽ ഇതല്ല എന്ന് ഉറപ്പിക്കാം. അപ്പൊ 100 എണ്ണത്തില് അല്ല 4 എണ്ണത്തില് ഒരെണ്ണമാണ് ശരി ആൻസർ വരിക. അപ്പൊ നിങ്ങളുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 25%. ഇതല്ല ആൻസർ എന്ന് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ 1/3 ആവുമ്പോൾ നിങ്ങളുടെ ആൻസർ ശരിയാവാനുള്ള സാധ്യത 33% ഇൻക്രീസ് ചെയ്യും. ഇനി നിങ്ങൾക്ക് 2 എണ്ണം സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഇത് PCV ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ 1/2 ആയി, അതായത് 50%. നിങ്ങളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ 50% ശരിയാവാനും 50% തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയായി. അപ്പൊ ഇവിടെ നിങ്ങളുടെ പ്രോബബിലിറ്റി കൂടി വരികയാണ്. PSRും PCV സ്കിപ്പ് ചെയ്തു. കാപ്പിലറി ട്യൂബ് ആണോ RBC WBC പിപ്പറ്റ് ആണോ എന്നുള്ളത് അറിയില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ബ്ലഡ് ഡയലൂഷൻ, സെൽ കൗണ്ടിങ് ഇവിടെ കൊടുത്തിട്ടില്ല. സെൽ കൗണ്ടിങ് കൊടുത്താൽ ബ്ലഡ് സെൽ കൗണ്ടിങ്ങിന് RBC WBC പിപ്പറ്റ് നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ പറ്റും. പക്ഷെ ഇവിടെ ബ്ലഡ് ഡയലൂഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാപ്പിലറി ട്യൂബ് എന്ന് പറഞ്ഞാൽ ചെറിയ വോള്യത്തിൽ യൂസ് ചെയ്യുന്നതാണ്. അത് നമ്മൾ ഒരിക്കലും ഡയലൂട്ട് ചെയ്യാനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ അത് സ്കിപ്പ് ചെയ്താൽ RBC WBC പിപ്പറ്റ് എന്നുള്ള ആൻസറിലേക്ക് എത്താം. ഞാനത് പറയുമ്പോൾ മീൻസ് എനിക്ക് ഇതാണ് ആൻസർ എന്ന് അറിയാവുന്നത് കൊണ്ടും എനിക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾക്ക് ഇത് അറിയാതെ വരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. സോ പ്രാക്ടീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ചാർജിങ് ദ ന്യൂബാർ ചേംബർ ദ സെൽ ഷുഡ് അലൗഡ് ടു സെറ്റിൽ ബിഫോർ കൗണ്ടിങ് ഫോർ അബൌട്ട് 1 മിനിറ്റ് ആണോ ചാർജ് ചെയ്തിട്ട് അത് സെല്ല് സെറ്റിൽ ചെയ്യാൻ 1 മിനിറ്റ് ആണോ കീപ്പ് ചെയ്യേണ്ടത്? 2 to 3 മിനിറ്റ് ആണോ? 10 to 15 മിനിറ്റ് ആണോ? 30 മിനിറ്റ് ആണോ? ഇതിന്റെ ആൻസർ 2 to 3 മിനിറ്റ് ആണ്. കാരണം ഇവിടെ ഇന്ന ടെസ്റ്റ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഈ പറയണ ടോട്ടൽ WBC കൗണ്ട് അല്ലെങ്കിൽ RBC കൗണ്ട്, ടോട്ടൽ WBC RBC കൗണ്ടിനൊക്കെ 2 to 3 മിനിറ്റ് ധാരാളമാണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന് നമ്മൾ ഒരു പെറ്റ് ഡിഷിൽ ടിഷ്യൂ പേപ്പർ നനച്ച് ഒരു 10 to 15 മിനിറ്റ് നമ്മൾ, കാരണം പ്ലേറ്റ്ലെറ്റ് ചെറിയ സെൽസ് ആണ്, സെറ്റിൽ ഡൗൺ ചെയ്യാൻ നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. സോ അത് മാത്രം 10 to 15 മിനിറ്റ് നമ്മൾ ഹ്യൂമിഡ് ചേംബറിൽ കീപ്പ് ചെയ്യാറുണ്ട്. പ്ലേറ്റ്ലെറ്റ് ചെറിയ സെൽസ് ആയതുകൊണ്ട് ഒരേ ലെവലിൽ വന്നാലേ കൗണ്ട് ചെയ്യാൻ, ഒരേ ഫോക്കസിൽ കിട്ടാൻ വേണ്ടി നമ്മൾ സെറ്റിൽ ചെയ്യാൻ 15 മിനിറ്റോളം കീപ്പ് ചെയ്യാറുണ്ട്. 10 to 15 മിനിറ്റ് കീപ്പ് ചെയ്യാറുണ്ട്. അതർവൈസ് റുട്ടീൻ ടെസ്റ്റിനാണെങ്കിൽ 2 to 3 മിനിറ്റ്. ഈ 2 to 3 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് മിക്സ് ചെയ്തിട്ട് സെല്ല് സ്റ്റെയിൻ പിടിക്കാൻ, ടേഴ്സ് ഫ്ലൂയിഡ് ആണെങ്കിലും അതെല്ലാം, അല്ലെങ്കിൽ ഇപ്പോൾ ഹിംഗിൾമാൻസ് ഫ്ലൂയിഡ്, അബ്സൊല്യൂട്ട് ഈസിനബിൾ കൗണ്ടിനാണെങ്കിലും സെറ്റിൽ ചെയ്യാൻ നമ്മൾ കുറച്ച് സ്റ്റെയിൻ പിടിക്കാൻ നമ്മൾ കൊടുക്കാറുണ്ട്. മിക്സ് ചെയ്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 to 3 മിനിറ്റ് കൊണ്ട് നമുക്ക് കൗണ്ട് ചെയ്യാം നോർമലി. സോ ആൻസർ 2 to 3 മിനിറ്റ്. Next question. Which of the following is the main purpose of using a diluting fluid during manual cell counting? അതായത് മെയിൻ പർപ്പസ് എന്താണ്? മെയിൻ പർപ്പസ് യൂസിങ് എ ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് ഡ്യൂറിങ് മാനുവൽ സെൽ കൗണ്ടിങ്. സെൽ കൗണ്ടിങ് ചെയ്യുമ്പോൾ ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നതിന്റെ യൂസ് എന്താണ്? ടു സ്റ്റെയിൻ ദ സെൽസ്, to reduce the number of cells to a countable level, to clot the blood, to increase the number of cells. ഇവിടെ ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ്, ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ നന്നായിട്ട് ഓരോ ഈച്ച് വേർഡ് ബൈ വേർഡ് നോക്കുക. ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ്, ഡയലൂട്ടിംഗ് ഫ്ലൂയിഡിന്റെ പരിപാടി എന്താ? ഡയലൂട്ടിംഗ്, ഡയലൂഷൻ. ഡയലൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടുതലുള്ളതിനെ കൂടുതൽ, ഇപ്പൊ എന്താ പറയുക, ഒരു 5 ലിറ്റർ വെള്ളത്തിൽ 10 ബോളുകൾ കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ 10 ലിറ്റർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ 10 ലിറ്റർ വെള്ളത്തിലാണ് ഈ 10 ബോളുകൾ കിടക്കുന്നത്. അപ്പോൾ ഓരോ ബോളിനും ഓരോ ലിറ്റർ വെള്ളത്തിന്റെ അത്രയും ഇത് വരുന്നുണ്ട്. സോ അവിടെ വരുന്നത് ഡയലൂഷൻ ആണ്. സോ ഡയലൂഷൻ
ഡയലൂഷൻ എന്നുള്ള ഈ ടേമിനുള്ള വേറെതാണ് റെഡ്യൂസ്. അതായത് ഇവിടെ ഡയലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൂട്ടുക എന്നാണ്, റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നാണ്. പക്ഷെ ഇവിടെ റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സെൽസ് ടു എ കൗണ്ടബിൾ ലെവൽ. സെല്ലിനെ കൗണ്ട് ചെയ്യാൻ. അതായത് ഒരു ഇതില് 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് ഇവിടെ ഇത്രയും മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിലേക്ക് തന്നെ അല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ നമ്മൾ 1 ലിറ്റർ കൂടി വെള്ളം ആഡ് ചെയ്താൽ ഇത് ഈ ഏരിയയിലേക്ക് വരുമ്പോൾ ഡയലൂഷൻ വരും. കളർ ഡയലൂട്ട് ചെയ്യാൻ നമ്മൾ കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കളർ ഡയലൂഷന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ മെയിൻ പർപ്പസ് ക്വസ്റ്റ്യൻ ഞാൻ ടിക്ക് ചെയ്തിരുന്നു. മെയിൻ പർപ്പസ് എന്താ? ഡൈ ആണെങ്കിൽ ഡൈ ആഡ് ചെയ്താൽ പോരെ. അതിന് ഇത്രയും നമ്മൾ അത്രയും ഹയർ ഡയലൂഷൻ എടുക്കുന്നത് എന്തിനാ? മെയിൻ പർപ്പസ് ഡയലൂട്ട് ചെയ്യാൻ തന്നെയാണ്. സ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയസിന് ടെക്സ് ഫ്ലൂയിഡിലൊക്കെ ഈ പറഞ്ഞ ക്രിസ്റ്റൽ വയലറ്റ് അല്ലെങ്കിൽ ജംഗ്ഷൻ വയലറ്റ് എല്ലാം WBC ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ടു ക്ലോട്ട് ദ ബ്ലഡ്, ഒരിക്കലും ക്ലോട്ട് ചെയ്യിക്കുന്നില്ല, അത് തെറ്റാണ്. ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെൽ, ഡയലൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇൻക്രീസ് ചെയ്യില്ല നമ്പർ. ടു സ്റ്റെയിൻ ദ സെൽ ഒരു പാർഷ്യൽ ഓപ്ഷൻ ആണ്, പക്ഷെ മെയിൻ പർപ്പസ് അതല്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റെയിൻ ചെയ്താൽ മതി, നമുക്ക് ഡയലൂഷൻ ഇത്രയും ഹയർ കോൺസെൻട്രേഷനിൽ എടുക്കണ്ട. സോ ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് സെൽസ് ടു എ കൗണ്ടബിൾ ലെവൽ. ഇവിടെ സിംപ്ലി ഈ ഒരു ടെർമിനോളജിക്ക് പകരം ടു ഡയലൂട്ടിങ് ദ സെൽസ് ഇൻ ദ സാമ്പിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻസർ ആണ്. ഇത് ഇൻഡയറക്റ്റ് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓപ്ഷനും വായിച്ചതിന്റെ ലോജിക്ക് മനസ്സിലാക്കണം. ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് സെൽസ് ടു എ കൗണ്ടബിൾ ലെവൽ, അതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Tex fluids help in WBC counting because it stains platelet, hemolyze RBC and stain WBC nuclei, prevent blood clotting, stain RBC. Question വായിക്കാം. Tex fluid help in WBC counting. WBC countingന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം? പ്ലേറ്റ്ലെറ്റിനെ സ്റ്റെയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, അത് റെലവെന്റ് അല്ല ഓപ്ഷൻ. പ്രിവെന്റ് ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് നമ്മൾ ഓൾറെഡി ബ്ലഡിൽ നമ്മൾ എടുക്കുന്ന ആന്റികോയഗുലന്റ് ആണ്. ഇവിടെ അത് വരുന്നില്ല. സ്റ്റെയിൻസ് RBC സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ WBC കൗണ്ട് ചെയ്യാൻ പറ്റുമോ? WBC ഉള്ളത് വെറും തൗസൻഡ്സ് ആണ്. ഏകദേശം 5000 മുതൽ 10000 അല്ലെങ്കിൽ 11000, 4500 മുതൽ 11000 സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ വരുമ്പോൾ, അതായത് ഒരു ക്യൂബിക് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ഉയരം, 1 മില്ലിമീറ്റർ വീതി, 1 മില്ലിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ക്യൂബിക് ബോക്സ്. അതായത് ഇപ്പൊ ഇതൊരു ക്യൂബിക് ബോക്സ് ആണ്. ഇത് 1 മില്ലിമീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ്, 1 മില്ലിമീറ്റർ ആണ് ഇതിന്റെ വിഡ്ത്ത്, 1 മില്ലിമീറ്റർ, ഇതും 1 മില്ലിമീറ്റർ. അങ്ങനെയുള്ളൊരു മില്ലിമീറ്റർ ഉള്ള ഒരു ബോക്സ് എടുത്താൽ അതിലുണ്ടാവേണ്ട, നമ്മുടെ നോർമൽ ഒരാൾക്ക് ഉണ്ടാവേണ്ട സെല്ലിന്റെ എണ്ണമാണ് ഈ ക്യൂബിക് മില്ലിമീറ്റർ. ഇതിലെ ഈ 1 × 1 × 1 മില്ലിമീറ്റർ, ഇത് സ്ക്വയറായി, ഇത് ക്യൂബായി, 3 തവണ. അതുകൊണ്ടാണ് മില്ലിമീറ്റർ ക്യൂബ് എന്നും അല്ലെങ്കിൽ ക്യൂബിക് മില്ലിമീറ്റർ എന്നും പറയുന്നത്, CUMM എന്നും പറയുന്നത്. ഇതാണ് ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് പറയുന്ന വേറൊരു ടെർമിനോളജി. പല ബ്ലഡ് റിപ്പോർട്ടിൽ ഇപ്പൊ നിങ്ങൾ കാണും മൈക്രോലിറ്റർ. ഒരു മൈക്രോലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ഹൈറ്റ്, 1 മില്ലിമീറ്റർ വിഡ്ത്ത്, 1 മില്ലിമീറ്റർ ബ്രെഡ്ത്ത് ഉള്ള ഒരു ബോക്സിനകത്ത് കൊള്ളുന്ന ബ്ലഡിന്റെ അളവാണ്. സോ അതാണ് ഒരു മൈക്രോലിറ്റർ. സോ മൈക്രോലിറ്ററിൽ വരുമ്പോൾ ഇതാ WBC നമ്മൾ പറഞ്ഞു വന്ന് WBC എന്ന് പറയുന്നത് ആവറേജ് ഒരു 8000 എന്ന് കണക്കാണ്. 8000 വരുമ്പോൾ ഇത് വരുന്നത് 50 ലക്ഷമാണ് ഇതേ ക്വാണ്ടിറ്റിയിൽ. അതായത് ഇത്ര ഒരു ക്യൂബിക് മില്ലിമീറ്റർ സൈസുള്ള ഒരു ബോക്സിൽ ഒരു ഡ്രോപ്പ് ബ്ലഡ്, കൊള്ളാവുന്ന ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ കാരണം 5 മില്യൺ ആണ്. 5 മില്യൺ എന്ന് പറഞ്ഞാൽ 50 ലാക്ക്. ഇത് 50 ലക്ഷമാണ്. ഇത് ആവറേജ് ഒരു 8000 ആണ്. ഇതിനകത്ത് 50 ലക്ഷം RBC കിടക്കുമ്പോൾ
ഇതിനകത്ത് വെറും 8000 WBC ഉണ്ടാവുള്ളൂ ആവറേജ്. സോ ഈ RBC സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കാര്യമുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഹീമോലൈസസ് ദ RBC ആൻഡ് സ്റ്റെയിൻസ് ദ WBC ന്യൂക്ലിയൈ. അതാണ് റൈറ്റ് ആൻസർ. Next question. Hames fluid is mainly used because it preserve and dilute RBC. It stain eosinophil. Hames fluid എന്തിനു യൂസ് ചെയ്യുന്നു എന്ന് ആലോചിക്കണം. ഡിസോൾവ് പ്ലേറ്റ്ലെറ്റ്, ഇൻക്രീസ് ക്ലോട്ടിംഗ്. എന്തായാലും ക്ലോട്ടിംഗ് ആയിട്ട് ഇതിന് റെലവൻസ് ഇല്ല. ബാക്കി 3 ഓപ്ഷനിൽ ഹെയിംസ് ഫ്ലൂയിഡ് യൂസ്ഡ് ഫോർ RBC കൗണ്ടിങ്. സോ RBC ഇവിടെ വരുന്ന ഏതാ? പ്രിസർവ് ആൻഡ് ഡയലൂട്ട് RBC. സ്റ്റെയിൻ ഈസ്നോഫില്ലിന് ഇയോസിനാണ് വരേണ്ടത്. ഹിംഗിൾമാൻസ് ഫ്ലൂയിഡ്, പൈലറ്റ്സ് ഫ്ലൂയിഡ് ഒക്കെയാണ് വരിക. പ്ലേറ്റ്ലെറ്റിന് ഡിസോൾവ് ചെയ്യുന്ന അങ്ങനെ ഒരു ഇതൊന്നും ഇതിന് എവിടെയും വരുന്നത്. പ്ലേറ്റ്ലെറ്റ് എല്ലാം നമുക്ക് മൈക്രോസ്കോപ്പിന്റെ പവർ വെച്ച് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സോ പ്രിസർവ് ആൻഡ് ഡയലൂട്ട് RBC. Next question. An increased AEC, absolute eosinophil count, is commonly seen in AEC, allergic disorder, diabetes mellitus, hypertension, iron deficiency anemia. അലർജിക് ഡിസോർഡർ. ഈ അലർജിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആസ്മ, അലർജി, അതുപോലെ പാരസൈറ്റിക് ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള എല്ലാ കേസിലും ഈസ്നോഫിൽ കൗണ്ട് കൂടി. ഈസ്നോഫിലാണ് അലർജിക് റിയാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അലർജിക് റിയാക്ഷൻ ആണ് ആൻസർ വരും. Next question regarding reticulocyte. Reticulocytes can be demonstrated using. Reticulocyte എന്ന് പറഞ്ഞാൽ immediate precursor of RBC. RBCയുടെ immediate precursor ആണ്. Can be demonstrated by gram stain അല്ല. നോക്കാം, gram stain ആണോ നോക്കാം. supravital stain, Scheele-Nielsen stain, Leishman stain. gram stain വെച്ച് കഴിഞ്ഞാൽ ഒരു സാമ്പിളിലുള്ള ബാക്ടീരിയ ഗ്രാം റിയാക്ഷൻ വെച്ചിട്ട്, അതായത് അതിന്റെ സെൽ വാളിലുള്ള തീക്കോയിക് ആസിഡിന്റെ പ്രസൻസ്, സെൽ വാൾ ഇന്റഗ്രിറ്റി, ഇതെല്ലാം വെച്ച് റെസിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ, ഡീകളറൈസേഷൻ, ആസിഡ് വെച്ച് ഡീകളറൈസ് ചെയ്യുമ്പോൾ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഗ്രാം സ്റ്റെയിൻ. ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് എന്നുള്ളതിൽ ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്, ഒരിക്കലും റെറ്റിക്കുലോസൈറ്റിനല്ല. ഷീൽ-നീൽസൺ സ്റ്റെയിനിങ് ഇതേപോലെ ആസിഡ് ഫാസ്റ്റ് ബാസിലെ AFB, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, TB ഉണ്ടാക്കുന്ന ബാസിലെ, അതിനെ കണ്ടുപിടിക്കാനാണ് ഷീൽ-നീൽസൺ സ്റ്റെയിനിങ്. ലീഷ്മാൻ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് സ്മിയർ, ബോൺ മാരോ, അതേപോലെയൊക്കെ സ്റ്റെയിൻ ചെയ്ത് കണ്ടുപിടിക്കാൻ RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പെരിഫറൽ ബ്ലഡ് സ്മിയർ ഇല്ലേ, അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സോ സൂപ്രാവൈറ്റൽ സ്റ്റെയിനിങ്. സൂപ്രാവൈറ്റൽ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ ലൈവ് സ്റ്റേറ്റിൽ ചെയ്യുന്നതാണ് സൂപ്രാവൈറ്റൽ സ്റ്റെയിനിങ്. ന്യൂ മെത്തിലിൻ ബ്ലൂ, NMB, ന്യൂ മെത്തിലിൻ ബ്ലൂ, ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ, PCB, ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ, ന്യൂ മെത്തിലിൻ ബ്ലൂ തുടങ്ങിയ ഡൈസ് ആണ് നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഈ 4 പേര് കാണുമ്പോൾ 4 ഓപ്ഷൻ എന്താണെന്ന് ബേസിക് ആയി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ 4 ഓപ്ഷനും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് 4 ഓപ്ഷൻ കണ്ടു, 4 ഓപ്ഷൻ എന്താണെന്ന് പഠിക്കാൻ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് അതിന്റെ ഇതിൽ പോയി ഏതിലാണ് ഈ സ്റ്റെയിനിങ് വരുന്നത്, ആ സ്റ്റെയിൻ ഒന്നുമില്ല, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഗ്രാം സ്റ്റെയിൻ അടിച്ചു കഴിഞ്ഞാൽ എന്താണത്, ആരാണ് കണ്ടുപിടിച്ചത് എല്ലാം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു നോട്ട് കിട്ടി. 1 മിനിറ്റ് അതിനെ പറ്റി പഠിക്കാം. സൂപ്പർവൈറ്റൽ സ്റ്റെയിനിങ് പഠിക്കുക, ഷീൽ-നീൽസൺ സ്റ്റെയിനിങ്, അങ്ങനെ എല്ലാം പഠിച്ച് ഈ 4 ഓപ്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ 4 സ്റ്റെയിനിങ്ങിനെ കുറിച്ചുള്ള നോളജ് നിങ്ങൾക്ക് കിട്ടി, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അല്ലാതെ. സോ മൊത്തം 4 ഓപ്ഷൻസ്, 4 ക്വസ്റ്റ്യൻ പഠിക്കുന്നത്. ഇത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ 4 ഓപ്ഷൻ പഠിച്ചാൽ 4 ക്വസ്റ്റ്യൻ പഠിച്ചതിന് ഈക്വൽ ആയി. 4 ക്വസ്റ്റ്യൻ അല്ല, അതിന്റെ സബായിട്ട് വരുന്നതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഷീൽ-നീൽസൺ സ്റ്റെയിൻ അല്ലെങ്കിൽ AFB സ്റ്റെയിൻ എന്നറിയപ്പെടുന്നു. ഇത് കണ്ടുപിടിക്കുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്, ആസിഡ് ഫാസ്റ്റ് ബാസിലുകൾക്കാണ്, അതിന്റെ സെൽ വാളിലും മൈക്കോളിക് ആസിഡുകളാണ്. ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് സെർച്ചിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ സെർച്ചിൽ കിട്ടും. അങ്ങനെ പഠിച്ചു പോയാൽ നിങ്ങളുടെ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബേസ് നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ഈസ് യൂസ്ഫുൾ ഇൻ മോണിറ്ററിംഗ് റെസ്പോൺസ് ടു ആന്റിബയോട്ടിക് തെറാപ്പി, ട്രീറ്റ്മെന്റ് ഓഫ് അനീമിയ, ഡയബറ്റിക് ട്രീറ്റ്മെന്റ്, ഹൈപ്പർ ടെൻഷൻ ട്രീറ്റ്മെന്റ്. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ ട്രീറ്റ്മെന്റ് ഒന്നും റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ചെയ്യേണ്ട. ആന്റിബയോട്ടിക് തെറാപ്പിക്ക് ആവശ്യമില്ല. അനീമിയ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മുടെ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് കൂടുതലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നോർമൽ AEC കൗണ്ട്, അബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട്?
40 to 400 സെൽസ്, അല്ലെങ്കിൽ ഇത് 40 to 440 വരാറുണ്ട്. പല രീതിയിൽ പറയാറുണ്ട്. ഓക്കെ, പറയാം. 4,000 to 11,000, 4 to 6 million, 1.5 to 4.5 lakhs. ഇത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണ്. അപ്പൊ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എത്രയെന്ന് പഠിക്കുക നോർമല്. ഇത് RBC കൗണ്ട് ആണ്, ഇത് WBC കൗണ്ട് ആണ്. വെറുതെ വായിച്ചു വിടുന്നതിന് പകരം ഇതൊക്കെ എന്താണെന്ന് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഇത് 40 to 440 ആണ് റൈറ്റ് ആൻസർ. 40 to 440 എന്ന് പറയാറുണ്ട്. അതേപോലെ 50 to 500 എന്ന് പറയാറുണ്ട്. 50 to 450 എന്ന് പറയാറുണ്ട്. ഇതെല്ലാം റെഫറൻസ് റേഞ്ച് ആയിട്ട് പറയുന്നത്. ഏകദേശം ഈ റേഞ്ചിൽ 40 to 400 എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. സോ ഇതൊക്കെ ഇതിന്റെ റെഫറൻസ് റേഞ്ച് ആയി പല ബുക്കുകളിൽ പറയുന്നത്. 40 to 400 cells per cubic millimeter or millimeter cube. Next question. Which of the following value represent the normal reticulocyte count in an adult? Reticulocyte percentage. Normal reticulocyte percentage in an adult. ഇത് AEC ആണ്. ഇങ്ങനെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. AEC ആണ്, ഇത് RBC ആണ്, ഇത് പ്ലേറ്റ്ലെറ്റ് ആണ്. കണ്ടില്ലേ, പലതവണ ഈ ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. സോ 0.5 to 2 നിങ്ങൾക്ക് അറിയില്ല, ആൻസർ അറിയില്ല, പക്ഷെ ഇത് മൂന്നും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ നിങ്ങൾക്ക് അറിയാത്ത ഇത് തന്നെയാണ് ആൻസർ. അങ്ങനെയും നമുക്ക് ആൻസറിൽ എത്താം. സോ പഠിക്കുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പഠിച്ചു വന്നാൽ ചില ഓപ്ഷനിൽ ബാക്കിയുള്ള 3 ഓപ്ഷൻ എന്താണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അറിയാത്ത 4ാമത്തെ ഓപ്ഷൻ ആൻസർ ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് അഡൽട്ടിൽ 0.5 to 2%, ചിൽഡ്രൻസിൽ 2 to 4%, ന്യൂ ബോൺ ജനിച്ചിടുന്നുള്ള കുട്ടികൾക്ക് ഏകദേശം 3 to 6% വരെ വരും. കുട്ടികളിൽ കൂടുതലായിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following diluting fluid is correctly matched with its use? Ames fluid for RBC count, Turk's fluid for platelet count, Denger's fluid for RBC count, Leishman stain for WBC dilution. So Turk's fluid is used for TC, total WBC count. Platelet count is done by Rees-Eckers fluid. Rees-Eckers ആണ്. Rees-Eckers, Rees-Eckers fluid. Denger's fluid, Pilot's fluid, Hingelman's fluid ഒക്കെ അബ്സൊല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ടിനാണ് യൂസ് ചെയ്യുക. RBC കൗണ്ടിന് ഹേവിസ് ഫ്ലൂയിഡ് യൂസ് ചെയ്യും. ഇതാണ് റൈറ്റ് ആൻസർ. അല്ലെങ്കിൽ ഡെയ്സീസ് ഫ്ലൂയിഡ് യൂസ് ചെയ്യും, നോർമൽ സലൈൻ യൂസ് ചെയ്യും, എല്ലാം ചെയ്യാം. ലീഷ്മാൻ സ്റ്റെയിൻ എന്ന് പറയുന്നത് ഒരു സ്റ്റെയിൻ ആണ്. സോ ഹേവിസ് ഫ്ലൂയിഡ് ആണ് ഇതിന്റെ ആൻസർ. സോ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് ഓരോ ലൈനും വായിച്ച് പഠിക്കുക. അതേപോലെ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 4 ഓപ്ഷൻ പഠിച്ചാൽ നിങ്ങൾ 4 ക്വസ്റ്റ്യൻ പഠിച്ചതിന് ഈക്വൽ ആയി. താങ്ക് യു.